നോക്കിയത് നമ്മുടെ ഈ ഒരു ചക്ക നല്ല ഭംഗിയില്ല, നല്ല ഉരുണ്ടിരിക്കണം, നല്ല ചക്ക കേട്ടാ. ഇത് നമ്മുടെ വീട്ടിലത്തെ അല്ലാട്ടാ, എനിക്ക് അമ്മ തന്ന് വിട്ടതാണ്. നല്ല ചക്കയാണ്, വെള്ളാര ചക്ക എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെളുത്തിരിക്കുക. ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു കളർ തോന്നിക്കണില്ല. അപ്പൊ അങ്ങനെ ഞാനിതാ കുറച്ച് ചക്കയൊക്കെ പറിച്ചു നേരെ നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോവാണ് കേട്ടാ. കാരണം ഷായിട്ടിന് അവിടെ പണിയുന്നുണ്ടായിരുന്നു. ഷായിട്ടിന് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ചക്കയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതാ പറമ്പിൽ വന്ന് ഞാനും ഷായിട്ടിനും അവിടെ വന്നിട്ടാട്ടോ ഞാനും ചക്ക കഴിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് പന്തലുകൾ വൃത്തിയാക്കാണ്ടായിരുന്നു. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ കയ്പ്പയ്ക്കും പടവലയും കയറിയ ഒരു പന്തലായിരുന്നു. അപ്പോൾ ആ ഭാഗമൊക്കെ വൃത്തിയാക്കി എടുത്തു. നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തൊരു കാടാണ്, അവിടെ ഒരു സൈസ് പടരുന്ന സാധനങ്ങൾ കയറാണ്. പിന്നെ നമ്മുടെ പേളിക്കുട്ടിയും അതേപോലെ തന്നെ അമ്പ്രൂസൊക്കെ ഉണ്ട്. ദാഷായിട്ട് ഇവിടെ പുല്ല് ചെത്തുന്നുണ്ട്. അമ്പ്രൂസൂട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ മേലൊന്ന് തട്ടും, അവരൊന്ന് ഉരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ കോവയ്ക്ക പന്തൽ. കോവയ്ക്ക് ഞാൻ അങ്ങനെ മുറിച്ചു പന്തലിൻ്റെ ആ ഭാഗത്തിൻ്റെ അടുത്ത് വെച്ചിട്ട്. അപ്പോൾ അത് പൊടിച്ചു തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ മുന്നത്തെ പടർന്ന ഭാഗം കട്ട് ചെയ്തപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണങ്ങി കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ സുഖമാണല്ലോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ കേട്ടാ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചേനയ്ക്കും വാഴയ്ക്കും ഒക്കെ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു അരേശ ബക്കറ്റ് ചാണം വെച്ചിട്ടാണ് നമ്മൾ ഈ ചേനയ്ക്കും വാഴയ്ക്കും ഒക്കെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നീട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് കൂർക്ക നട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വളം ഇട്ട് കൊടുക്കുകയാണ്. കപ്പലണ്ടി പിള്ളാക്ക്, എല്ലുപ്പൊടി, അതേപോലെ തന്നെ നമ്മുടെ ആട്ടുംകാട്ടും കൂടി പൊടിച്ച് തന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് കൂർക്കത്തല കേട്ടോ. ഈ കൂർക്കത്തല നമ്മൾ മേടിച്ചതാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ കൂർക്കത്തല കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 1 രൂപയായിട്ട് ഒരു തലയ്ക്ക് വില. അപ്പം അങ്ങനെ കുറച്ച് കൂർക്കത്തലയ്ക്ക് നടാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. അവരാണെങ്കിൽ കണ്ണി കണ്ട കിട്ടണ എല്ലാതും കൊണ്ടുവരും കേട്ടോ. പിന്നെ നമ്മൾ മേടിക്കുന്ന കുറച്ച് മണ്ണുത്തികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളത് നമ്മുടെ വിശേഷം. ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം കേട്ടോ.